അപ്പോൾ നമ്മുടെ ആമിഗ്രുമി ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പിൻ്റെ വേറൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആമിഗ്രുമി ഡോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യലായി. ഇതുപോലത്തെ ഒരു ഡോളിൻ്റെ ഫേസാണ് ഇങ്ങനെ പഠിക്കുന്നത്. നമുക്ക് ആമിഗ്രുമി ഡോളിൻ്റെ പാർട്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഹെഡ് പോർഷൻ ഉണ്ട്. ഹെഡ് പോർഷനിൽ 2 ഇയേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ബോഡി പാർട്ട്, അതിൻ്റെ ഹാൻഡ്സ് പാർട്ടും പിന്നെ ലെഗ് പാർട്ടും ആണ് നമുക്കുള്ളത്. ഇപ്പം ഈ ഒരു ഡോൾ എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഡോളിന് ഔട്ട്ഫിറ്റും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹെഡ് പോർഷനാണ്. അതായത് ഈ ഒരു ഡോളിൻ്റെ ഫേസും പിന്നെ അതേപോലെ ഈ ഒരു ഇയർ പാർട്ടും ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു ആമിഗ്രുമി ഡോൾ എടുക്കുന്ന ടൈമിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ടാണ് ഹെഡ് പോർഷൻ. പിന്നെ അതേപോലെ ഫേസ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫേസിൽ കൊടുക്കുന്ന ഓരോ ഡീറ്റെയിലിങ്ങും, അതായത് കണ്ണായിക്കോട്ടെ, ഐബ്രോസ് ആയിക്കോട്ടെ, ലിപ്പ് ആയിക്കോട്ടെ, ഇത് നമ്മൾ കൊടുക്കുന്ന രീതി തെറ്റിക്കഴിഞ്ഞാൽ ഈ ഫേസിൻ്റെ ആകെ ഉള്ളൊരു ക്യൂട്ട്നെസ് പോയിട്ട് ഒരു റൂഡ് ഫേസ് പോലെ ആവും. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ഡിഫിക്കൽട്ടുള്ള പോർഷൻ തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ആൻഡ് നമുക്ക് ഇതിൽ മെയിനായിട്ട് ഈ ആമിഗ്രുമി ഡോൾ ഫസ്റ്റ് ബേസിക്കായിട്ട് വരുന്ന ഒരു സ്റ്റിച്ചാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. മാജിക് റിങ് ഇല്ലാണ്ട് ഒരു ആമിഗ്രുമി പ്രൊജക്ട്സും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാവില്ല. അതാണ് ഏറ്റവും ബേസിക്സ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലിപ്പ് നോട്ട്, ചെയിൻ സ്റ്റിച്ച് പഠിച്ച പോലെ ആമിഗ്രുമി വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് മാജിക് റിങ്. അപ്പോൾ നമുക്ക് മാജിക് റിങ് എങ്ങനെയാണ് ഇടൽ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓരോന്ന് ടൈലൈൻ പോർഷന് വർക്കിംഗ് ആണ്, പിന്നെ ഹൂക്കിൻ്റെ ഹൂക്ക് പോർഷൻ, ബാക്ക് പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്ലാസ് കണ്ടയാളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല നീറ്റിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൈലൈൻ പോർഷന് ഫസ്റ്റായിട്ട് ടൈലൈൻ പോർഷൻ എടുക്കാം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ ഈ 2 ഫിംഗേഴ്സാണ് നമ്മൾ മാജിക് റിങ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ ഈ 2 ഫിംഗേഴ്സിൽ ഈ ടൈലൈൻ പോർഷൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ഈ വർക്കിംഗ് ആണ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആക്കി കൊടുക്കാം. ക്രോസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിവിടെ ഒരു എക്സ്പോഷൻ കണ്ട, ഇവിടെ ഒരു എക്സ്പോഷൻ, ഒരു ക്രോസ് ഷേപ്പ് ആക്കി കൊടുക്കാം. അതായത് നമ്മളെ ഉള്ളംകൈൻ്റെ ഭാഗത്ത് ഇതുപോലെ എക്സ്പോഷൻ ആക്കി കൊടുക്കുക. പിന്നെ നമ്മളെ പുറംകൈൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ലൈൻസ് പോലെ ഉണ്ടാവും. ഇത് നമ്മളെ നെയിൽ കണ്ട, നെയിലിൻ്റെ തൊട്ടിപ്പുറത്തത് ഫസ്റ്റ് ലൈന്, ഇത് സെക്കൻഡ് ലൈനായിട്ട് എടുക്കാം. നമ്മൾ ഇപ്പുറത്തെ ഭാഗം എങ്ങനെയുണ്ടാകുന്ന വെച്ചാൽ ക്രോസ്, ഇവിടെ പാരലൽ ലൈൻസാണ് ഉണ്ടാവുക. നെയിൽസിൻ്റെ തൊട്ട് താഴെയുള്ളത് ഫസ്റ്റ് ലൈന്, ഇത് സെക്കൻഡ് ലൈന്. ഇനി നെക്സ്റ്റ് നമ്മളെ റൈറ്റ് ഹാൻഡിൽ ഹൂക്ക് എടുക്കാം. ഹൂക്ക് എടുത്തിട്ട് ഇതുപോലെ വേണം, അതായത് നമ്മളെ ഹൂക്കിൻ്റെ ബാക്ക് പോർഷൻ ആയിരിക്കണം നമ്മളെ ഫേസ് ടു ഫേസ് ഉണ്ടാവേണ്ടത്. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് ലൈൻ, ഇതാണ് സെക്കൻഡ് ലൈൻ. അപ്പം ഈ ഫസ്റ്റ് ലൈനിൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ ഹൂക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലൈൻ ഇട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ പിടിക്കുക. അതായത് ഈ 2 ലൈൻസും ടൈറ്റിൽ ഇതുപോലെ, ഇത് ഈ ഫിംഗർ കൊണ്ട് ഇതിങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ പിടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഹൂക്ക് എടുക്കുക. ഈ ഹൂക്ക് എടുത്തിട്ട് ഇത് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു, ഇത് സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞു. അപ്പം ഈ സെക്കൻഡ് ലൈനിനെ നമ്മൾ ഹൂക്ക് യൂസ് ആക്കിയിട്ട് താലോട്ടേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ ലൈന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റത്തെ ലൈനിൻ്റെ കുറച്ച് താലോട്ടേ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ യാൺ എന്താക്കുക, ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുമ്പോൾ നമ്മളെ ഹൂക്ക് പോർഷന് നമ്മളെ ഫേസ് ടു ഫേസ് ആയി. ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഹൂക്ക് പിടിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഹൂക്ക് ഇതുപോലെ പിടിക്കുക. അതായത് നമ്മളെ റൈറ്റ് ഹാൻഡിലെ 1 2 3 ഈ 3 ഫിംഗേഴ്സ് കൊണ്ട് നമ്മൾ ഹൂക്കിനെ പിടിക്കുക. ആൻഡ് ഈ 2 ഫിംഗേഴ്സ്, ഈ ചൂണ്ട വിരലും ഈ തമ്പ് ഫിംഗറും യൂസ് ചെയ്തിട്ട് ഈ ഹൂക്കിനെയും ഈ താഴത്തെ ഈ ഒരു യാണിനെയും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അവിടുന്ന് മെല്ലനെ ഇതുപോലെ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ വർക്കിംഗ് യാൺ ഇതാണ്. അപ്പം ഈ വർക്കിംഗ് യാണ് മെല്ലനെ ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇതിവിടെ ഇങ്ങനെ പിടിക്കുക. പിന്നെ നമ്മൾ യാണ് എങ്ങനെയാണോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യാനാണ് പഠിപ്പിച്ചത് അതുപോലെ ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു റൗണ്ട്, ഈ ഒരു സാധനം കണ്ട, ഈ സാധനം നമ്മൾ മിഡിൽ ഫിംഗറും തമ്പ് ഫിംഗറും യൂസ് ആക്കിയിട്ട് ഇതുപോലെ ടൈറ്റിൽ ഒന്ന് പിടിക്കുക.
ടൈറ്റിൽ ഒന്ന് പിടിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് ലൂസ് കാണുന്നുണ്ട്. ഇതാ ഒന്ന് ലൂസ് കാണുന്നുണ്ട്, കുറച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഈ ഒരു ചൂണ്ട വിരൽ കൊണ്ട് കുറച്ചൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഒന്ന് ഇതിപ്പം നമ്മൾ ഈ ചൂണ്ട വിരൽ ഒന്ന് ലൂസായിട്ട് വിടുമ്പം ഇവിടെ ഇതാണ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ വലിക്കുന്ന ടൈമിൽ, ഇതിങ്ങനെ ടൈറ്റ് ആക്കുന്ന ടൈമിൽ ഇവിടെ നിന്നും കറക്റ്റായിട്ട് വന്ന്, പിന്നെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആണിനെ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ നമ്മൾ ഹൂക്ക് യൂസ് ചെയ്തിട്ട് താലോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ചെയിൻ ഇടുന്ന സമയത്ത് നമ്മളിവിടെ മാജിക് റിങ് ഫോമായി. നമ്മളെ മാജിക് റിങ് എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ നമ്മളൊരു ടൈലൻഡിൻ്റെ പോർഷൻ കണ്ട ഇതിങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അതായത് ഈ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു റിങ് കണ്ട, ഈ ഒരു റിങ്ങിനെയാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചേഴ്സും നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക്. ഇത് 2-3 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണം. ഓരോരുത്തർക്ക് ഫസ്റ്റ് ടൈം കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടണമെന്നില്ല. ഒന്നിക്കുക ഫസ്റ്റ് ടൈം ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസായിട്ട് ഇതിങ്ങനെ മാജിക് റിങ് നിങ്ങൾക്ക് ഫോം ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം വീഡിയോ റിപ്പീറ്റായിട്ട് കാണുക, പിന്നെ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം എന്തായാലും ഇപ്പോൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ട്രൈ ആക്കുന്ന ടൈമും എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എളുപ്പമായിട്ട് വരുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഡോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക, റിപ്പീറ്റായിട്ട് കാണുക, ഇത് പ്രാക്ടീസ് ആക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്ത് ഇങ്ങോട്ടോളം എത്തണം. അപ്പം ഈ ഒരു പാർട്ടാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള മാജിക് റിംഗ് ആണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനുള്ളിലിടുന്ന സ്റ്റിച്ചസും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം.